ഹായ് മക്കളെ, ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ കണ്ടില്ലേ, ഞാനിപ്പം ഇത് നടാനാക്കാനാണ് പോകുന്നത്. ഇവിടെ സീമക്കൊന്നേൻ്റെ ചപ്പുണ്ട്, ഇതെല്ലാം കൂടി ഉണ്ട് ഇവിടെ കണ്ടില്ലേ. സീമക്കൊന്നേൻ്റെ ചപ്പുണ്ട്, ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് നട്ടു നോക്കാമല്ലോ. കണ്ടാ സീമക്കൊന്നേൻ്റെ ചപ്പുണ്ട്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് നമുക്ക് നടാലോ. ഒരു ബാഗിൽ നിറച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇത്രയും കുരുണ്ട്, ഈ കുരുകളാണ് ഞാനിപ്പം നടാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതിപ്പം തയ്യല്ല, ഇപ്പം നടുന്നത് കുരുവാണ്. വേണ്ട, കുരുവിനെ കൊണ്ട് നടുവേന്. ഈ കുരുകളെല്ലാം ഉണ്ട്. താലോലി ഇതാണ് പൊട്ടിക്കാൻ പറഞ്ഞ 3 പാക്കറ്റ് ഉണ്ട്. അത്രേ കുരുവുള്ളൂ. 2 കയ്പ പാവക്ക, അല്ല ഒരു പാവക്കയും ഒരു പടവലും ഉണ്ട്. പിന്നെ ഒരു കക്കിരിയുണ്ട്, ഒരു ഇതുണ്ട് പയറ്, ഒരു വെണ്ട. ഇതാണുള്ളത്. ഇത് തേച്ചൊന്നും ഇപ്പം നടുന്നില്ല. ഇപ്പോൾ തൽക്കാലം പാവക്കയും ഇതുമെല്ലാം കൂടി നടാം. ഞാനിപ്പോൾ ഇതിൽ വാരി നറക്കട്ടെ. എങ്ങനെയാണ് നറുക്കുന്നതെന്ന് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ബാഗായത്. ഈ ബാഗിൽ കുറച്ച് ഇതിൻ്റെ അടിയിൽ സീമക്കൊന്നേനെ തോരിയിടും, കുറച്ച് ഇതിൻ്റെ അടിയിൽ തോരിയിടും. എന്നിട്ട് അതിന് ശേഷം ഇതിനകത്ത് വാരി നറുക്കുക. ഒന്നും കൂടി ഒരു ലേശം കൂടി വാരിയിടും. കുറച്ചേ ഇടുന്നില്ല, നടത്തുന്നില്ല, കുറച്ചും കൂടി വാരിയിടും. സീമക്കൊന്നേനെ തോലിഷ്ടം പോലെ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് കൊത്തിയിട്ട് ആഞ്ഞിട്ടെടുക്കാനുള്ള പണിയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഉണ്ടോ? ഇതേപോലെ വാരിയിട നിറച്ച് വെക്കുക. ഇതുപോലെ വാരിയിട്ട് നമ്മൾ ഓരോരോ ബാഗിൽ നിറച്ച് വെക്കുക. ഞാനിപ്പം പരിപാടി എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത്രപോലെ സീമക്കൊന്ന 2 വലിയ സീമക്കൊന്നേൻ്റെ ചപ്പത്തിൽ കൂട്ടി അത് ആഞ്ഞു കൂട്ടുമ്പോൾ ഇത്രേ ഉണ്ടാവില്ല. ഇത് ആഞ്ഞിട്ട് കൂട്ടുമ്പോൾ ഇത്രേ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ വാരിയിട്ട് നിറക്കും. കണ്ടില്ലേ, ഞാനിനി നിങ്ങൾക്ക് നിറച്ചിട്ട് കാണിച്ചു തരാം. നിറച്ചിട്ട് ഇനി നടുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള എല്ലാവരും എൻ്റെ കൃഷി കണ്ടിട്ട് എൻ്റെ മക്കളെല്ലാം എൻ്റെ കൃഷി കണ്ടിട്ട് എൻ്റെ എല്ലാ മക്കളോടും അത് പറയുന്നത്. എൻ്റെ മക്കളോട് പറയുന്നതെന്ന് വെച്ചാൽ കൃഷി എല്ലാവരും ചെയ്യുക. കുറേശ്ശെ അവർ പഴുപ്പത്തുണ്ടെങ്കിലും ഒരു 5 വെച്ചിട്ടെങ്കിലും എല്ലാ കൃഷിയും നോക്കിയിട്ട് ചെയ്തിട്ട് എൻ്റെ മക്കൾ എനിക്ക് കാണിച്ചു തരുമെന്ന് എനിക്ക് പറയാനില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് മക്കളോട് എനിക്കതാ പറയാനുള്ളത്. ഞാനിപ്പം ഇതെല്ലാം കൂടി നിറച്ചു എല്ലാം ഏകദേശം നിറച്ച് വെച്ചു. വേണ്ട, ഇതിപ്പം 5, 10, 15, 16 ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഓരോരോ കുരുവായിട്ട് നടാം. ഞാൻ കാണിച്ചു തരാം. നടുന്നത് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഞാനിപ്പം നടുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ നടുന്നതെന്ന് വെച്ചാൽ ഇത് കയ്പയാണേ. കയ്പ പാവക്ക ഇത് നട്ടാൽ ഇത് ആകെ 4 കുരുവേ ഉള്ളൂ. 2 നടാമെന്ന് വിചാരിച്ചതാണ്. ഇത് എന്താ 4 കുരുണ്ട്. അത് ഇതിൽ 2 കൂടി നടാം. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ സീമക്കൊന്ന നിറച്ചിട്ട് അതിൻ്റെ അടിയിൽ വളവിട്ടിട്ട് അതിൻ്റെ മേലെ പ്രോട്ടീൻ മിക്സർ നിറച്ചിട്ട് അതിലേക്കുള്ളത് ഇപ്പം കണ്ടില്ലേ, നിങ്ങൾ നടുന്ന കണ്ടില്ലേ, ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 2 വെച്ചിട്ട് നടാനാണ് പോകുന്നത്. ഇത് ഹൈബ്രിഡ് ഉരുവായതുകൊണ്ട് പൊടിക്കും. അതുകൊണ്ട് പിന്നെ പൊടിക്കാനില്ല. ഇത് നടാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ 2 വെച്ചിട്ട് ഇങ്ങനെ നടുക. കണ്ടില്ലേ, സന്ധ്യ പോയി 2 ഇത് നട്ടു. ഇത് 2 കയ്പയാണ്. അത് നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നടുന്നത് വെച്ചാൽ ഇനി പിന്നെ കക്കിരി നടാം. ഇത് കക്കിരിയാണേ. കക്കിരിയാണ് നടുന്നത്. കക്കിരി വരുമ്പോൾ കുക്കുംബർ, അത് അത്രേ കുരുള്ളൂ. അത് അങ്ങനെ തന്നെ നടുന്നു. പൊടിച്ച് കിട്ടിയിട്ടെങ്കിൽ പൊടിക്കാണ്ടിരിക്കില്ല, അത്രേ കുരുള്ളൂ. ഇത് മറ്റു കക്കിരിക്ക് ഒരുപാട് കിട്ടുമായിരുന്നു. ഇപ്പോൾ കക്കിരിക്കും കുക്കുംബറിനും എല്ലാം നല്ല വിലയായിട്ടുണ്ട്. എന്താ, ഈ നാടൻ കക്കിരിയല്ല ഇത് ആ സാലഡ് കക്കിരിയാണ്. ഇപ്പം അതിനും വില കൂടി തുടങ്ങി. എല്ലാവരും നടന്നു തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ അതിനും വില കൂടി. ഇതും കൂടി നടട്ടെ. ഇതൊരു 3 വെച്ചിട്ടാണ് നടുന്നത്. ഇതൊരു 3 വെച്ചിട്ടാണ് നടുന്നത് കേട്ടോ. പൊടിച്ച് കഴിഞ്ഞാകുമ്പോൾ നല്ലോണം പൊടിച്ച് കഴിഞ്ഞാകുമ്പോൾ നമുക്കത് മാറ്റി നടാം. അഥവാ പൊടിച്ചിട്ടില്ലെങ്കിലോ 2 വേണം ഒരു കുമ്പിൽ, എന്നാൽ മാത്രമേ ശരിയാവൂ. ഇതിപ്പോൾ തേച്ചും പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തേച്ച് കിട്ടിയാൽ നമുക്കത് അതിൻ്റെ പച്ച നടാം. ഇത് 3 വെച്ചിട്ടാണ് നടുന്നത്. എന്താ, ഇത് 3.
കണ്ടില്ലേ? ഈ പൊടിക്കും വേഗം പൊടിക്കാണ്ടിരിക്കില്ല, പക്ഷെ എന്നാലും നമുക്ക് നോക്കാമല്ലോ. മൂന്നെണ്ണത്തിന് നടാനേ ഉള്ളൂ. ഇത് 4 നട്ട് 10 കുരിയേ ഉള്ളൂ. ഒരു കുരുവിന് 2 റുപ്യ. ഇതാണ് എൻ്റെ കുരു. ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്താ പിന്നെ പീച്ചിങ് എന്ന് പറയും, ഒരാൾ പൊട്ടിക്കുക എന്ന് പറയും. നമ്മളെല്ലാം താലോലി എന്നാണ് പറയുക. താലോലി അത് 2 പാക്കറ്റ് 3 പാക്കറ്റ് കുരുണ്ടത്. അത് അത്ര 4 കുരുവേ ഉള്ളൂ ഓരോന്നിലും. 5 റുപ്യ ഒരു കുരുവിന്. ഇത് കണ്ടില്ലേ? ഇത് ഞാൻ നടട്ടെ. ഇതും ഇതേപോലെ തന്നെ 15 5 നടാം. 3 വെച്ച് നടാനാണ്. 3 വെച്ച് നടാനായിട്ട് പോകുന്നു. ഇനി അഥവാ കൂടുതൽ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പറിച്ച് മാറ്റി നടാം. അതിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇതൊന്നും കാണുന്നില്ലേ അറിയില്ല. ഇതെല്ലാം പൊടിച്ചിട്ട് ആ പേരും പുറത്തിട്ട് വെക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? ഇത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. അതുകൊണ്ട് മഴ ഒരു മഴയങ്ങ് സാരമില്ല, ഒരേ മഴയങ്ങാറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നട്ടാൽ ബാക്കിയായിട്ടില്ല. പൈസക്ക് പുല്ലിനും പാട് പൈസയല്ലേ. പിന്നെ മുളപ്പിക്കാൻ വെക്കാൻ കഴിയില്ലാന്ന് വെച്ചിട്ടാണ് ഞാൻ തൈയാക്കി വെക്കുമ്പോഴേക്ക് സമയം വെക്കൂല. ഇതാകുമ്പോൾ ഇതിനകത്ത് തന്നെ പൊടിച്ച് കിട്ടി വന്നാൽ വേഗം നല്ല ഉഷാറോടെ വരും. അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ ഒറ്റ നടിഞ്ഞാൽ സുഖം. മറ്റേൽ വെക്കുന്നതിനെക്കാട്ടി സുഖമായിട്ട് ഒരു നട്ട് കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ച് കിട്ടിയാൽ നല്ല ഉഷാറായി കിട്ടും. പിന്നെ ഓരോന്നും നട്ട് കഴിഞ്ഞാൽ വേഗം പായുകയും ചെയ്യും. ഇതെല്ലാം പൊടിക്കുന്ന കുരുവാണ്. ഫൈബ്രോയിഡ് കുരു അതിന് പേടിക്കാനില്ല. ഇപ്പം കൊണ്ടില്ലേ? 3 ഇപ്പോൾ 5 പാക്കറ്റ് അല്ല 3 പാക്കറ്റായി ഉള്ളേ. ഇത് 3 പാക്കറ്റായുള്ളൂ. ഇത് 3 പാക്കറ്റിൽ 5 കുരുവാണ് ഉള്ളത്. അന്നേരം 15 കുരുണ്ട്. 3 വെച്ചിട്ട് 5 വേഗം ഞാൻ നട്ടു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ പൊടിച്ച് കിട്ടി, ജാസ്തി തേച്ചും പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് വേറെ മാറ്റി നടും. അതിനാണ്. പക്ഷെ ഓരോന്ന് പൊരിച്ചിട്ട് വേറെ മാറ്റി നടാൻ. ഇതിപ്പോൾ കണക്കായിട്ട് 5 നടാനുണ്ട്. കണ്ടില്ലേ? നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതെല്ലാം ആയി. ഇനിയിപ്പോൾ പടവലം നടണം. പടവലം എന്ന് വെച്ചാൽ നീളൂല സാധനമാണ്. അത് നടണം. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് പിന്നെ പയറാണ് നടുന്നത്. പയർ ഇത് അത്രേ നടാനുള്ളൂ. ഇതിപ്പോൾ വേണ്ട. ഇത് അങ്ങനെ 3 ഉള്ളൂ. ഇപ്പം 3 കുരു വെച്ച് നടാം. 3 നടുക. ബാക്കി പയർ നടുക അതിൽ. അതാണ് പരിപാടി. എന്താ ഇതിപ്പോൾ 5 നടാനുണ്ട്. ഇനി പയറും കുരു നടാം. ഇനി അതതിൽ നടാം. ഇതിപ്പോൾ ഞാനിങ്ങോട്ട് വെക്കട്ടെ. ഇപ്പം ഇവിടുന്ന് നടാം. ഇത് കണ്ടില്ലേ? കാണുന്നില്ല തോന്നുന്നല്ലേ? കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ ഗുഡ് ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.